إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനായ ഇസ്ലാം അത് ഗുണകാംക്ഷയുടെ മതമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴായി നമ്മളത് കേൾക്കാറുമുണ്ട്. ഇസ്ലാം തന്നെ നസീഹത്താണ്. അദ്ദീനു അന്നസീഹ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. നസീഹത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥങ്ങളിൽ ഒരു ഭാഗം മറ്റുള്ളവർക്ക് നന്മ ഖൈറുണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും അതിലേക്ക് അവരെ ക്ഷണിക്കുകയും അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും അതിനെതിരാകുന്ന കാര്യങ്ങളിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ച് സൂറത്തുൽ ഹുജറാത്തിൽ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും സത്യവിശ്വാസികൾ സഹോദരന്മാർ മാത്രമാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് സഹോദരന്മാരല്ലാതെ അതിന് വിരുദ്ധമാകുന്ന മറ്റൊന്നാകാൻ സാധിക്കുകയില്ല. അതാണ് ആ പ്രയോഗത്തിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. അങ്ങനെ വിശ്വാസത്തിലൂടെ പരസ്പര സഹോദരന്മാരായി മാറുമ്പോൾ അതിന്റെ അനിവാര്യ ഫലമായി ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ് പരസ്പരമുള്ള ഗുണകാംക്ഷ. എല്ലാവർക്കും ഗുണമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ഗുണകരമല്ലാത്തതിനെ അവരിൽ തടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത്. മനുഷ്യർ തമ്മിൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ കൂട്ടുകെട്ടുകൾ ഉണ്ടാകും. അത് ആദർശത്തിന്റെ പേരിലാവും, അതായത് ദീന്റെ പേരിൽ, ജോലിയുടെ പേരിൽ, കുടുംബ ബന്ധത്തിന്റെ പേരിൽ, കെട്ടുബന്ധങ്ങളുടെ പേരിൽ, അങ്ങനെ പലതിന്റെയും പേരിൽ ബന്ധങ്ങൾ ഉണ്ടാകും. എന്നാൽ മുസ്ലിങ്ങൾ തമ്മിൽ ഉണ്ടാകേണ്ടുന്ന ബന്ധം എന്ന് പറയുന്നത്, സാഹോദര്യം എന്ന് പറയുന്നത് ഈ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധമാണ്. അതാണ് ഏറ്റവും ശക്തമായ ബന്ധം. മതപരമായ അടിത്തറയില്ലാത്ത, പൊരുത്തമില്ലാത്ത വെറും കുടുംബബന്ധത്തിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തിന്റെയും പേരിൽ ഉള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്നതല്ല. ചിലത് ഇസ്ലാമികമായി വിരുദ്ധമായ ബന്ധങ്ങളും ആയിത്തീരും. കുടുംബബന്ധം എന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വളരെ അനിവാര്യമായ ഒരു വിഷയമാണ്. പക്ഷെ അത് മതത്തിന്റെ ഈ പറയുന്ന മത സാഹോദര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലാത്ത ഒരു ബന്ധമാകുമ്പോൾ അത് ഇസ്ലാമിക ദൃഷ്ട്യാ ഒരു ശരിയായ ബന്ധം തന്നെ ആവുകയില്ല എന്നുള്ളത് ഖുർആനിലെ ആയത്തുകളിൽ നിന്നും പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പറഞ്ഞതിന്റെ ചുരുക്കം, സത്യവിശ്വാസികൾ അവർ ബന്ധുക്കളാണെങ്കിലും അല്ലെങ്കിലും നാട്ടുകാരാണെങ്കിലും അല്ലെങ്കിലും വളരെ അടുത്തവരോ ഇനി അകന്ന ദേശങ്ങളിൽ താമസിക്കുന്നവരോ ആണെങ്കിലും ആരായിരുന്നാലും ഈ പറയുന്ന നസീഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഗുണകാംക്ഷ അവർക്കിടയിൽ ഉണ്ടാകും എന്ന് മാത്രമല്ല, അങ്ങനെ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാമിലെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാമിന്റെ നന്മകൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുകയും അവരെ അതിലേക്ക് കൊണ്ടുവരികയും അവരെ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് വലിയ ഒരു നസീഹത്താണ്. പ്രവാചകന്മാർ ജനങ്ങളോട് ഉപദേശിച്ച ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 4 നബിമാരെ കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നടത്തിയതായി നമുക്ക് കാണാം. സൂറത്തുൽ അഅറാഫിലെ 62-ാമത്തെ ആയത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നത് ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി. നൂഹ് നബി പറയാൻ, നിങ്ങൾക്ക് എന്റെ റബ്ബിന്റെ റിസാലകൾ, സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചേരുന്നു. വഅൻസഹുലക്കും, ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷ പുലർത്തുകയും ചെയ്യുന്നു. അപ്പോ അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന പ്രവാചകത്വ നിയോഗമനത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ആ പണി അത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് ഇത് എന്റെ ഭാഗത്ത് നിങ്ങളോടുള്ള നസീഹത്താണ്. അപ്പോ അള്ളാഹു എന്താണോ ജനങ്ങൾക്ക് ലഭിക്കണം, ഉണ്ടാകണം, അവർ പഠിക്കണം, മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് പ്രവാചകന്മാർ എത്തിച്ചു കൊടുക്കുന്നു. അവർ അത് നസീഹത്താണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് എന്നെ അള്ളാഹു എന്താകണമെന്ന് ആഗ്രഹിക്കുന്നുവോ, എന്ത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുവോ ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണമെന്നോണം ആ ഖൈർ നിങ്ങൾക്കും ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരുന്ന ശരിയായ ഒരു ഉപദേഷ്ടാവാണ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ ചേർത്ത് പറഞ്ഞത് കാണാം. അതായത് ഞാൻ നിങ്ങളെ പറ്റിക്കുന്നവനോ വഞ്ചിക്കുന്നവനോ ചതിക്കുന്നവനോ അല്ല, മറിച്ച് ഗുണം കാക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സന്ദേശം ഞാൻ എത്തിച്ചു തരുന്നത് എന്ന്. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് സൂറത്തുൽ അഅറാഫിൽ തന്നെ 68-ാമത്തെ ആയത്തിൽ
അനലക്കും നാസിഹുൻ അമീൻ. ഈ പറഞ്ഞ ദൗത്യം എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഹൂദ് നബി പറയാൻ, ഞാൻ നിങ്ങൾക്ക് നാസിഹ് എന്ന് മാത്രമല്ല നാസിഹുൻ അമീൻ, വിശ്വസ്തനായ ഉപദേഷ്ടാവാകുന്നു, ഗുണം കാംക്ഷിക്കുന്നവനാകുന്നു എന്നാണ് ഹൂദ് നബി പരിചയപ്പെടുത്തിയത്. ഇവിടെ നാസിഹ് എന്ന് പറഞ്ഞതിന് പുറമെ അമീൻ, വിശ്വസ്തൻ എന്നുകൂടി പറഞ്ഞത് കാണാം. അപ്പോ നാസിഹുകളായി ഉപദേഷ്ടാക്കളായി വരുന്നവരിൽ വിശ്വസ്തന്മാരും അല്ലാത്തവരും ഉണ്ടാകാം. എന്നെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ടതില്ല. ഞാൻ വിശ്വസ്തനായ ഉപദേഷ്ടാവാണ്. സ്വാലിഹ് നബിയും അതേപോലെ പറഞ്ഞു, യാ ഖൗമി ഖദ് അബ്ലഗ്തുക്കും റിസാലത റബ്ബി വനസഹ. നൂഹ് നബി പറഞ്ഞതുപോലെ അതിന്റെ പദത്തിന്റെ ക്രിയകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാൻ എന്റെ റബ്ബിന്റെ റിസാല നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു, എന്റെ സമൂഹമേ, നിങ്ങളോട് ഞാൻ ഗുണകാംക്ഷ പുലർത്തുകയും ചെയ്തിരിക്കുന്നു. ശുഐബ് നബിയും അതേ കാര്യം പറഞ്ഞതായി നമുക്ക് കാണാം സൂറത്തുൽ അറാഫിലെ തന്നെ 93-ാമത്തെ വചനത്തിൽ. അപ്പൊ ഈ 4 നബിമാരെ കുറിച്ച് സൂറത്തു അറാഫിലെ തുടർച്ചയായി അവരുടെ സംഭവങ്ങൾ വിശദീകരിക്കുന്നതിനിടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആളുകൾ മെസ്സേജ് എത്തിച്ചു കൊടുത്തു എന്നതിനോടൊപ്പം തന്നെ നാസിഹ് അല്ലെങ്കിൽ അൻസഹു, നസഹ്തു എന്ന് തുടങ്ങുന്ന പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ പ്രവാചകന്മാർ സ്വീകരിച്ച പണി അത് നസീഹത്താണ്. ദീനിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നത് ജനങ്ങൾക്ക് ആ സന്ദേശം ലഭിക്കാൻ വേണ്ടിയുള്ള ഗുണോപദേശമാണ്. അത് പ്രവാചകന്മാർ അങ്ങനെ നിർവഹിച്ചുവെങ്കിൽ അതിന്റെ തുടർച്ചക്കാരാകേണ്ട നമ്മൾ മുസ്ലിങ്ങൾ ഇതേ നസീഹത്ത് പുലർത്തേണ്ടവരാണ്. നമ്മൾ മനസ്സിലാക്കിയ സത്യങ്ങളും ആശയങ്ങളും ആദർശങ്ങളും ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സലഫുസ് സാലിഹുകൾ മനസ്സിലാക്കിയ രീതിയിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന നസീഹത്ത് വിശ്വാസികളായ നമ്മളും പാലിക്കേണ്ടതുണ്ട് എന്നതാകുന്നു ഈ ആയത്തുകൾ നമ്മെ ബോധ്യപ്പെടുന്നത്. ഇനി ഹദീസുകളിലേക്ക് പോയാൽ ഇതേ ആശയം വിശദമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് നമുക്ക് കാണാം. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ അദ്ദീനു അന്നസീഹ, മതമെന്നാൽ അത് നസീഹത്താണ്, ഗുണകാംക്ഷയാണ്. അപ്പൊ സഹാബികൾ ചോദിച്ചു, ആരോടാണ് ഈ നസീഹത്ത് പുലർത്തേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, അള്ളാഹുവിനോട്, അവന്റെ വേദഗ്രന്ഥത്തോട്, അവന്റെ റസൂലിനോട്, മുസ്ലിങ്ങളുടെ ഇമാമുമാരോട്, പൊതുജനങ്ങളോട്, എല്ലാവരും പെട്ടു. അപ്പൊ അള്ളാഹുവിനോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഗുണം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കലോ, അല്ലെങ്കിൽ അള്ളാഹുവിനെ നന്മയിലേക്ക് ക്ഷണിക്കലോ, അള്ളാഹു നന്മയിലേക്ക് പ്രേരിപ്പിക്കലോ, അള്ളാഹുവിന് തിന്മ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ തടയലോ അല്ല. അതിന് വേറെ ഉദ്ദേശമാണ്. അത് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാം. അള്ളാഹുവിനുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു പഠിപ്പിച്ച, പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച നസീഹത്ത് സ്വീകരിക്കുകയും അത് വിശ്വസിക്കുകയും അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ഒഴിവാക്കുകയും അതിൽ മാറ്റത്തിരുത്തലുകളോ കൃത്രിമത്വങ്ങളോ ഇല്ലാതെ അതേ കാര്യങ്ങൾ അംഗീകരിക്കുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ദീനിന്റെ കാതലായ തൗഹീദ് അംഗീകരിക്കുക, ശിർക്കിനെ സ്വീകരിക്കാതിരിക്കുക, അതിനെ എതിർക്കുക. അതുപോലെ തന്നെ ശിർക്ക് വരുന്ന വിഷയങ്ങളിൽ, അതുപോലെ തന്നെ വ്യതിചലനം സംഭവിക്കുന്ന കാര്യങ്ങളിൽ, അത് തൗഹീദിന്റെ കാര്യത്തിലാണെങ്കിലും അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിലാണെങ്കിലും അവന്റെ അസ്മാഉ സിഫാത്തുകളുടെ കാര്യത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും ശരി, അതിനെ തനതായ രൂപങ്ങൾ സ്വീകരിക്കുകയും വ്യത്യസ്തമായ മാർഗങ്ങളെ എതിർക്കുകയും ചെയ്യുക എന്നത് അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷയുടെ ഭാഗമാണ്. അതേപോലെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ സ്വീകരിക്കുക, അതിലൂടെ അള്ളാഹുവിന്റെ മഹബത്ത്, ഇഷ്ടം, സ്നേഹം കൊതിക്കുക, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുക, ആ വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ പക്കൽ നിന്നുണ്ടാകുന്ന ശിക്ഷയെ ഭയപ്പെടുക. ഇങ്ങനെയുള്ള ചിന്തയുണ്ടാകുമ്പോൾ സദാസമയങ്ങളിൽ ഹൃദയങ്ങളിൽ, നാവുകളിൽ, ശരീരത്തിന്റെ അവയവങ്ങളിലൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രവർത്തനങ്ങളും ആ സ്മരണയുടെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ദിക്റുകളും അതിനനുസരിച്ച് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയും ക്രമപ്പെടുത്തുകയും അങ്ങനെ ഒരു ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകളെ സ്നേഹിക്കുക എന്നതാണ്. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടാതിരിക്കുക, വെറുക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ ദീൻ അവഗണിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ പവിത്രതകൾക്ക് കളങ്കമേൽപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ, വിമർശിക്കുമ്പോൾ അതിനെതിരിൽ നമ്മുടെ ഗൈറത്ത്, അങ്ങേയറ്റത്തെ വെറുപ്പും പകയും അതിനോടുണ്ടാവുകയും അവരോടുണ്ടാവുകയും ചെയ്യുക എന്നതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം വിഷയത്തിൽ ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല, ആരെയും ശിക്ഷിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. മറിച്ച് മതപരമായ കാര്യങ്ങൾ, മതത്തിന്റെ പവിത്രമായ കാര്യങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ ജനങ്ങളിൽ ഏറ്റവും അധികം അതിനോട് ഗൈറത്ത് പ്രകടിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു എന്നത് നബിയുടെ സമീപനങ്ങൾ
സ്ഥാപനങ്ങൾ സംബന്ധിച്ച ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ മുസ്ലിമായി ജീവിക്കുകയും ഇസ്ലാമിന് എതിരായി വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ആ നിലക്ക് പരിശോധിക്കുമ്പോൾ ഇസ്ലാമിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകൾ, ശിർക്ക് പ്രവർത്തിക്കുന്നവർ, അതിന്റെ ആളുകളായി പ്രവർത്തിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളെ എതിർക്കുകയും അവരുടെ കുതന്ത്രങ്ങളെയും അവരുടെ ദുർവ്യാഖ്യാനങ്ങളെയും മാറ്റത്തിരുത്തലുകളെയും എതിർക്കുകയും ജനങ്ങൾക്ക് അതിന്റെ ശരിയായ വശം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതൊക്കെ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന ഈമാനിന്റെ ഒന്നാമത്തെ റുക്നിൽ എന്തൊക്കെ ഉൾപ്പെടുമോ അതൊക്കെ അള്ളാഹുവിനോടുള്ള അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള നസീഹത്ത് എന്നതിന്റെ ഭാഗമായി വരും എന്നതാണ് പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേപോലെ തന്നെ രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിന്റെ കിതാബിനോടുള്ള നസീഹത്ത് എന്നാണ്. കിതാബിനോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈമാൻ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ കാര്യം തന്നെയാണ് ഇവിടെയും. അതുകൊണ്ട് കൂടുതലായി വിശദീകരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട ഖുർആനിനെ അത് സത്യസന്ധമാണെന്ന് അംഗീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതേപോലെ മുമ്പുള്ള പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളും സുഹുഫുകളും എല്ലാം അതും അള്ളാഹുവിന്റേതാണെന്നും അത് മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്, ആ വരുത്തപ്പെട്ടതല്ല അതല്ലാത്ത പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട കിതാബുകൾ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള കിതാബുകളാണ് എന്ന് സത്യപ്പെടുത്തിക്കൊണ്ട് ആ പ്രവാചകന്മാരെയും അംഗീകരിക്കുകയും അവർക്കിടയിൽ വേർതിരിവുകൾ കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നതും വിശുദ്ധ ഖുർആൻ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കലാമാണ്. കലാം എന്ന് പറഞ്ഞാൽ വെറും ഒരു വർത്തമാനമല്ല, ആശയമില്ലാത്ത വെറും അക്ഷരങ്ങളല്ല, മറിച്ച് അർത്ഥമുള്ള ആശയങ്ങളുള്ള സംസാരമാണ് അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ എന്ന് പറയുന്നത്. അതിനെ ബഹുമാനിക്കുക, ആദരിക്കുക. ബഹുമാനിക്കുക, ആദരിക്കുക എന്ന് പറഞ്ഞാൽ തട്ടിൽ വെക്കുക, പ്രദർശിപ്പിക്കുക, തുണിയിൽ പൊതിഞ്ഞു വെക്കുക എന്നത് മാത്രമല്ല, അതിനെ ശരിയായ നിലക്ക് സംരക്ഷിക്കണം. അതിലപ്പുറമുള്ള ഖുർആനിനോടുള്ള നസീഹത്ത് എന്ന് പറയുന്നത് അതിൽ പറഞ്ഞ ആശയങ്ങളെ, ഖുർആനിന്റെ നൂറിനെ ഉൾക്കൊള്ളുക എന്നതാണ്. നമ്മൾ ഖുർആന്റെ ആളുകളാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കാണാം. അള്ളാഹുവിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിന്റെ പ്രത്യേകക്കാർ എന്ന് പറഞ്ഞാൽ അവർ ഖുർആനിന്റെ ആളുകളാണ്. ഖുർആനിന്റെ ആളുകൾ ആരാണ് എന്നതിന്റെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വിശദീകരിച്ചത് കാണാം. ഖുർആനിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഉലമാക്കളും അതനുസരിച്ച് അമൽ ചെയ്യുന്നവരുമാണ്. ഖുർആൻ പഠിക്കുകയും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഖുർആന്റെ ആളുകൾ. അങ്ങനെ ഖുർആനെ ഉൾക്കൊള്ളുക എന്നതാണ് ഖുർആനിനുള്ള നസീഹത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള തൗഹീദിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, ഖുർആനിൽ പറഞ്ഞിട്ടുള്ള നിർബന്ധ കാര്യങ്ങൾ ഒഴിവാക്കുന്ന ആളുകളൊക്കെ ഖുർആനിനെ ഒരു തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞ്, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പത് പള്ളിയിലൊന്നും കാണാലോ, വീട്ടിലൊക്കെ ഉണ്ടാവും, ഒരു പ്രത്യേകമായ ഖുർആൻ ഒരു കവർ തുണി കൊണ്ടുണ്ടാക്കിയിട്ട് അതിന്റെ അറ്റത്തൊരു കയറ് കുടുക്കിയിട്ട് അതെങ്ങനെ ചുറ്റിപ്പൊതിഞ്ഞ് കയറ് കൊണ്ട് കെട്ടി ഭദ്രമാക്കി വെക്കും. അതെന്താ? ഖുർആനോടുള്ള ബഹുമാനമാണ്. എന്നാൽ അങ്ങനെ ബഹുമാനിക്കുന്നവർ ഖുർആനിന്റെ ചട്ടക്കുള്ളിലുള്ള ആദർശത്തിന് പൂർണ്ണ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, തൗഹീദിന് വിരുദ്ധമായ ശിർക്ക് പ്രവർത്തിക്കുന്നവരും കുഫ്ർ പ്രവർത്തിക്കുന്നവരുമായിരിക്കും. ഇതൊരു നസീഹത്തല്ല, അത് ബാഹ്യമായ നസീഹത്താണ്. ഖുർആൻ ആദരിക്കുക, ബഹുമാനിക്കുക, എവിടെയും വെക്കാതൊക്കെ നിലത്ത് വെച്ചാൽ പോലും ഖുർആൻ നിലത്താണ് വെച്ചത്, നിലത്ത് ആളുകൾ ഇരിക്കുന്ന സ്ഥലമല്ലേ, നിലത്ത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഇതിവിടെ മാത്രമല്ല, ഇത് നമുക്ക് പുറം രാജ്യങ്ങളിൽ കാണാൻ പറ്റും. ഖുർആൻ നമ്മൾ ഓതുന്നതിനിടക്ക് അല്ലെങ്കിൽ അതിനിടക്ക് തിലാവത്തിന്റെ സുജൂദ് വന്നാൽ നിലത്ത് വെച്ചുപോയാൽ വന്നിട്ട് ചില ആൾക്കാർ ചീത്ത പറയും. എന്താ അങ്ങനെ നിലത്ത് വെക്കാൻ പാടില്ല, ഖുർആനോട് അനാദരവാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന കൂട്ടത്തിൽ കാണാം, എന്നാൽ മുസ്ഹഫ് ശുദ്ധിയുള്ള നിലത്ത് വെക്കുക എന്ന് പറയുന്നത് അതിനൊരു കുഴപ്പമില്ല, അതിനൊരു തകരാറുമില്ല. വല ഇഹാനത ലഹു, ശുദ്ധിയുള്ളത്, പ്രത്യേകിച്ച് പള്ളി അല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ ശുദ്ധിയുള്ള നജസൊന്നുമില്ലാത്ത സ്ഥലത്ത് ഖുർആൻ വെച്ചു. എന്തിന്? അവഗണിക്കാനല്ല, വലിച്ചെറിഞ്ഞല്ല, മറിച്ച് നമ്മൾ ഓതുന്നതിനടുത്ത് വെക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അതിനിടയ്ക്ക് സുജൂദ് പോകാൻ വേണ്ടി വെച്ചു എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വെച്ചു, അത് അതിനെ നിന്ദിക്കലല്ല, മറിച്ച് അതുകൊണ്ടൊരു കുഴപ്പമില്ല, അത് ഖുർആന്റെ കുറ്റമില്ലാത്ത കാര്യമാണ് എന്ന് അദ്ദേഹം വളുൽ മുസ്ഹഫ് അലൽ അർദി ത്വാഹിറത്തി ത്വയ്യിബ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വേറെയും കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഞാനത് കൂട്ടത്ത് പറഞ്ഞതേ ഉള്ളൂ. ചട്ടക്കുള്ളിലാക്കലോ കണ്ണാടിക്കൂട്ടിൽ വെക്കലോ അല്ല ഖുർആനുള്ള നസീഹത്ത്, അത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്, ഭാഗ്യമായ വശം മാത്രമാണ്. അതിനേക്കാൾ നസീഹത്ത് എന്ന് പറയുന്നത് ഖുർആൻ അനുസരിച്ച, ഖുർആനിന്റെ പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നതാണ്. മൂന്നാമതായി അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള നസീഹത്താണ്. പ്രവാചകനെയും നമ്മൾ ഗുണം പഠിപ്പിക്കേണ്ടതില്ല, ഗുണത്തിലേക്ക് ക്ഷണിക്കേണ്ടതില്ല. അപ്പൊ പിന്നെ നബിയോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ നബിയിൽ വിശ്വസിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവാനും സത്യപ്പെടുത്തപ്പെടേണ്ടവനുമാണ്. അതുപോലെ തന്നെ പിൻപറ്റപ്പെടാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു വ്യക്തി അതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബിയെ അനുസരിക്കണം എന്നതിലപ്പുറം പിൻപറ്റണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അനുസരിക്കുന്നതിനേക്കാൾ ആമായ അർത്ഥത്തിലുള്ള പൊതുവായ അല്ലെങ്കിൽ കൂടുതൽ ആശയം ഉൾക്കൊള്ളുന്ന കാര്യമാണ് നബിയെ പിൻപറ്റുക എന്ന് പറയുന്നത്. അനുസരിക്കുക എന്ന് പറയുമ്പോൾ കൽപ്പനകൾ അനുസരിക്കുക
അനുസരിക്കുക എന്നാണ്. കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് കൽപ്പനയില്ലാത്ത നിർദ്ദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങളും അതേപടി പിന്തുടർന്നുകൊണ്ട് ജീവിക്കുക, ഇത്തിബാഅ് ചെയ്യുക എന്ന് പറയുന്നത്. ആ ഒരു ജീവിതമാണ്, അല്ലെങ്കിൽ ആ ജീവിതം പിൻപറ്റുക എന്നതാണ് റസൂലിനോടുള്ള നസീഹത്ത് എന്ന് പറയുന്നത്. അതുപോലെ അത് പ്രവർത്തിക്കുന്ന ആളുകളെ സ്നേഹിക്കുക, അവരുടെ മാർഗം സ്വീകരിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സഹാബത്താണ് നബിയെ ഇത്തിബാഅ് ചെയ്ത ഏറ്റവും ഒന്നാമന്മാരായ ആളുകൾ. അപ്പോ ആ സഹാബത്തിനെയും സലഫുകളെയും അംഗീകരിക്കുകയും അവരുടെ മാർഗം പിൻപറ്റുകയും അവരെ സ്നേഹിക്കുകയും അവരെ എതിർക്കുന്നവരെ എതിർക്കുകയും അവരെ ആക്ഷേപിക്കുന്നവരെ പ്രതിരോധിക്കുകയും ബിദ്അത്തിനെ എതിർക്കുകയും സുന്നത്തിനെ സ്ഥാപിക്കുന്നവരെ പിൻപറ്റുകയും അവരെ സഹായിക്കുകയും ചെയ്യുക. ഇതൊക്കെ ഈ പറയുന്ന റസൂലിനോടുള്ള മഹബത്ത് എന്നതിൽ ഉൾപ്പെടുന്നതാണ്. നാലാമത്തേത് വലിയ അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിം നേതാക്കന്മാരോടുള്ള നസീഹത്താണ്. ഇവിടെ അഇമ്മ, ഇമാം, അഇമ്മ എന്ന് പറഞ്ഞാൽ ഇമാം എന്ന വാക്കിന് അർത്ഥം തന്നെ പിൻപറ്റപ്പെടേണ്ടവൻ എന്നാണ്. വജഅൽനാലിൽ മുത്തഖീന ഇമാമ, ഇബാദുർ റഹ്മാന്റെ വിശേഷണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം, മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ ഇമാമാക്കണമേ. എന്നാൽ സംഘടനയുടെ നേതാവാക്കണം, സെക്രട്ടറി, പ്രസിഡന്റ്, എക്സിക്യൂട്ടീവ് മെമ്പർ ആക്കണം, ട്രഷറർ ആക്കണം എന്നല്ല. മറിച്ച് മുത്തഖികളായ ആളുകൾ പിൻപറ്റുന്ന ആളാക്കി മാറ്റണമേ, പിൻപറ്റുന്ന ആളാകണം. അതാണ് ഇമാം. പിൻപറ്റപ്പെടൽ എപ്പോഴാ? ഒരാൾ മാതൃകായോഗ്യനാകുമ്പോഴാണ്. അപ്പൊ ജനങ്ങൾക്ക് പിൻപറ്റാവുന്ന മാതൃകായോഗ്യനായ ഒരു ഇമാമാക്കി എന്നെ മാറ്റണമേ. അവിടെ അധികാരമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് മാതൃകായോഗ്യനായ ഒരു മനുഷ്യനാക്കി മാറ്റണം. അതിൽ ഒന്നാമത്തേത് പണ്ഡിതന്മാരാണ്. ദീൻ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് പ്രവർത്തിക്കുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും അതിനുവേണ്ടി ജീവിതം മാറ്റിവെക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ. ഖുർആനും സുന്നത്തും അനുസരിച്ച് പഠിപ്പിക്കുന്ന ശരിയായ ഇസ്ലാമിന്റെ പാത പിൻപറ്റുക, ആ പണ്ഡിതന്മാരെ പിൻപറ്റുകയും ഇത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീഴ്ച ആർക്കും സംഭവിക്കാം. വീഴ്ച പറ്റിയവരിൽ അവരുടെ പിന്നാലെ പോകേണ്ടതില്ല. അവരെ പിന്നാലെ പോകേണ്ടതിനാൽ അത് സ്വീകരിക്കാനും പോകേണ്ടതില്ല, അവരെ കുറ്റപ്പെടുത്താനും പോകേണ്ടതില്ല. മറിച്ച് പ്രമാണയോഗ്യമായ കാര്യങ്ങളിൽ അവരെ പിന്തുണക്കുകയും അത് പിൻപറ്റുകയും ചെയ്യണം. അല്ലാത്ത കാര്യങ്ങളിൽ അവർക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അത് നമ്മൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതും അവരോടുള്ള നസീഹത്താണ്. അതുപോലെ പണ്ഡിതന്മാരെ അധിക്ഷേപിക്കാതിരിക്കുക, അവരെ കുറ്റപ്പെടുത്താതിരിക്കുക, അങ്ങനെ ചെയ്യുന്ന ആളുകളെ അനുകൂലിക്കാതിരിക്കുക. ഇതൊക്കെ ഇതിന്റെ ഭാഗമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ഭരണപരമായ നേതൃത്വം വഹിക്കുന്ന ഇസ്ലാമിക രാജ്യത്തെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ മുന്നിൽ നിന്ന് അവരുടെ ഭൗതികമായ മതപരമായ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണാധികാരികളാണ്. അതും ഇമാമുമാരാണ്. ഉലുൽ അംർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള അതിലും ഈ രണ്ട് കാര്യങ്ങളും ഉൾപ്പെടും. അത് ഖുർആനിലും തന്നെയും പണ്ഡിതന്മാരുടെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുസ്ലിം രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരികളെ പിന്തുണക്കുക, അവർക്കുണ്ടാകുന്ന വീഴ്ചകളുണ്ടെങ്കിൽ അത് തിരുത്താൻ അവരോട് നേർക്കുനേരെ ആവശ്യപ്പെടുക. നേരിട്ടായി വരുന്ന രീതിയിൽ, ഇന്നത്തെ രീതിയിൽ ഫോണിലൂടെയോ വാട്സപ്പിലൂടെയോ മറ്റേതെങ്കിലും സാമൂഹികതല്ല അതിന്റെ ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ നേരിട്ടറിയിക്കുക. സമൂഹത്തിൽ അത് വിളിച്ചു പറഞ്ഞ് കലാപമുണ്ടാക്കി ഭരണാധികാരികൾക്കെതിരിൽ ആളുകളെ ഇളക്കിവിടുകയോ നാട്ടിൽ പ്രക്ഷോഭമുണ്ടാക്കുകയോ ഭിന്നിപ്പുണ്ടാക്കുകയോ ചെയ്യുക എന്നത് അവരോടുള്ള നസീഹത്തിനെതിരാണ്. അവരെ ഉപദേശിക്കാം, നേർക്കുനേരെ ഉപദേശിക്കണം. അത് ഫലമുണ്ടാകും. പണ്ഡിതന്മാരുടെ അനുഭവങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് നിലക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പണ്ഡിതന്മാരാവുക, പിൻപറ്റപ്പെടുന്ന അതിന് യോഗ്യരായ ഇമാമുമാരാവുക, അവരോടുള്ള നസീഹത്ത് നേരത്തെ പറഞ്ഞ രീതിയിൽ. അപ്പൊ നമുക്കും അങ്ങനെയാകാം, നമുക്കും പ്രാർത്ഥിക്കാം. സത്യവിശ്വാസികൾ മാത്രമേ ഖുർആൻ പഠിച്ചതാണ്, വജഅൽനാലിൽ മുത്തഖീന ഇമാമ, ഞങ്ങൾക്ക് ഇനി ദുനിയാവിൽ അധികാരം തരണേ, പള്ളി കമ്മിറ്റിയുടെ ഭരണം തരണേ എന്നല്ല, മറിച്ച് മുത്തഖികളായ ആർക്ക്? മുത്തഖികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഞങ്ങളെ നീ ഇമാമാക്കണമേ. അപ്പൊ ചില്ലറക്കാർക്കല്ല, നാട്ടിലെ സാധാരണ മനുഷ്യൻ ഇമാമല്ല, അത് കുറച്ച് നന്നായ മതി. മുത്തഖികളായി ജീവിക്കുന്ന ആളുകൾക്ക് പിൻപറ്റാൻ പറ്റിയ ആളാകണമെങ്കിൽ അയാൾ എന്തായിരിക്കണം? മാനുഷികമായി എത്രത്തോളം ഉന്നതിയിൽ പൂർണ്ണതയിൽ എത്താൻ പറ്റുമോ, അള്ളാന്റെ സ്ഥാനത്തേക്കോ മലക്കളുടെ സ്ഥാനത്തേക്കോ മനുഷ്യനെത്താൻ കഴിയില്ല. എന്നാൽ മനുഷ്യന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവനെത്താവുന്ന ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തുന്ന ഇമാം, അതായത് മാതൃകയാവുക എന്ന വിഷയത്തിൽ ഇമാമാക്കണമേ. ഭരണത്തിൽ ഞങ്ങളെ ഇമാമാക്കളെ എന്നല്ല, ഭരണം ചോദിച്ചു വാങ്ങാൻ പാടില്ല എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം. സൂറത്തു സജ്ദയിൽ തന്നെ വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു എന്ന് ഖുർആൻ പറഞ്ഞത് കാണാം. അവരിൽ നിന്ന് നാം അഇമ്മത്തിനെ, ഇമാമുമാരെ ഉണ്ടാക്കി. ഏത് ഇമാമുമാരെ? രാഷ്ട്രത്തലവന്മാരെ ഉണ്ടാക്കിയെന്നല്ല, ഭരണകർത്താക്കളെ ഉണ്ടാക്കിയെന്നല്ല. യഹ്ദൂന ബിഅംരിനാ, നമ്മുടെ നിർദ്ദേശമനുസരിച്ച് അവർ ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു. കണ്ടോ, അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് അള്ളാഹുവിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന ഇമാമുമാരെ അവരിൽ നിന്ന് നാം നിശ്ചയിച്ചു എന്നത്
ബനീ ഇസ്രായേലിയർക്കുള്ള അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. അപ്പൊ ഈ അനുഗ്രഹം നമുക്കും ലഭിക്കും. എന്താകണം? അള്ളാഹുവിന്റെ ബി അംരിന, അള്ളാഹുവിന്റെ കൽപ്പനയും നിർദ്ദേശങ്ങളും അതിൽ പ്രവാചകന്റെ വിട്ടു, അതനുസരിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്ന ആളുകളാക്കുക. അപ്പോ എന്തുണ്ടാവും? നമ്മോട് മറ്റുള്ളവർക്ക് നസീഹത്ത് ഉണ്ടാവും, നമുക്ക് ഉലമാക്കളോടും അതുപോലെ തന്നെ ഭരണാധികാരികളോടും ഉള്ളതുപോലെ തന്നെ ഈ നിലക്ക് അവരെ പിന്തുണക്കുകയും അവരെ പ്രതിരോധിക്കേണ്ടടുത്ത് പ്രതിരോധിക്കുകയും ചെയ്യുക എന്നതാണ് പണ്ഡിതന്മാരോടും ഭരണാധികാരികളും അടങ്ങുന്ന ഉലുൽ അംറിനോട് അല്ലെങ്കിൽ അഇമ്മത്തിനോട് നമ്മൾ കാണിക്കേണ്ടുന്ന നസീഹത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തിർമിദി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസ് കാണാം. യാ മഅ്ശറ മൻ അസ്ലമ ബിലിസാനി, നാവ് കൊണ്ട് മുസ്ലിമായ ആളുകളുടെ സമൂഹമേ എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയത്തിലേക്ക് എത്തിയിട്ടില്ല, തൊള്ളോണ്ട് മുസ്ലിമായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൊള്ളോണ്ട് പറഞ്ഞു, ഷഹാദത്ത് തൊള്ളുകൊണ്ട് പറഞ്ഞു, പക്ഷേ ഫലം യുഫ്ദിൽ ഈമാനു ഇലാ ഖൽബി, ഈ പറഞ്ഞ വിശ്വസിച്ചിരിക്കുന്നു എന്ന വാക്കുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിമായി എന്ന് പറഞ്ഞ വാക്ക് അവന്റെ ഹൃദയത്തിലേക്ക് നാവ് വിട്ട് കടന്ന ഉള്ളിലേക്ക് പോയിട്ടില്ല. അപ്പൊ മനസ്സിൽ തൊടാത്ത, മനസ്സറിയാത്ത, മനസ്സുകൊണ്ട് മനസ്സിലാക്കാത്ത, നാവ് കൊണ്ടുള്ള ഈമാൻ അല്ലെങ്കിൽ ഇസ്ലാം. ഇവിടെ അസ്ലമ എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിട്ടു ഈമാനും വിട്ടു, രണ്ടും വിടും. കാരണം ഇസ്ലാം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ വെറും ഇസ്ലാം ആവുക, ഇസ്ലാമാരി അംഗീകരിക്കുന്നല്ല, ഇസ്ലാമും ഈമാനും ഉൾക്കൊള്ളുന്നവരാവുക. ലാ തുഉദുൽ മുസ്ലിമീൻ, അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങളെ ദ്രോഹിക്കരുത്, പീഡിപ്പിക്കരുത്. വലാ തുഅയ്യിറൂഹും, അവരെ നിങ്ങൾ മാനം കെടുത്തരുത്. വലാ തത്തബിഉ ഔറാത്തിഹിം, അവർക്കുണ്ടാകുന്ന അവരുടെ ഔറത്തുകൾ എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ന്യൂനതകളെ നിങ്ങൾ പരതിപ്പോകരുത്. ഇപ്പൊ പലരുടെയും നമ്മളിൽ തന്നെ പലർക്കുമുള്ള പണി എന്താ? അവനവൻ നന്നാവുകയോ തന്റെ കുറ്റം കണ്ടുപിടിക്കുകയോ ചെയ്യാതെ ആ മറ്റുള്ളവരുടെ കുറ്റം തേടിപ്പോവുക എന്നതാണ് സ്ഥിരമായ തൊഴിലായി സ്വീകരിച്ചിട്ടുള്ളത്. നബി ഇത് പറയുന്നത് നാവ് കൊണ്ട് മുസ്ലിമായ മുനാഫികളോടാണ്. നിങ്ങൾ നാവടക്കി വെക്കണം, നിങ്ങൾ ആ മുസ്ലിങ്ങളെ അവഹേളിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്, അവരുടെ കുറ്റം എടുത്തു പറയരുത്. കുറ്റം എടുത്തു പറയാന്നല്ല, അത് തേടിപ്പോകാൻ വേണ്ട, അതിന്റെ പിന്നാലെ പോകണ്ട, അത് പിടിക്കാൻ പോകണ്ട, റെക്കോർഡ് ചെയ്യാൻ പോകണ്ട, അതിന്റെ വീഡിയോ എടുക്കാൻ പോകണ്ട, ഫോട്ടോ എടുക്കാൻ പോകണ്ട. ഇന്ന് പലപ്പോഴും ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് മറ്റുള്ളവന്റേത് വെളിച്ചത്താക്കാൻ ഈ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ള ആ വിഷയം ഉപയോഗപ്പെടുത്തുന്നത് കട്ടും കക്കാതെയും കട്ടും മുറിച്ചുമൊക്കെ പ്രചരിപ്പിക്കുന്നതിന് ഔറത്തുകൾ വെളിപ്പെടുത്താനാണ്, ആളുകൾക്ക് സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചകൾ വെളിപ്പെടുത്താനാണ്. ഫൈനഹു മൻ തതബ്ബഅ ഔറത അഖീഹിൽ മുസ്ലിം, തന്റെ മുസ്ലിമായ സഹോദരന്റെ ന്യൂനതയെ ആരെങ്കിലും പരതിപ്പോയാൽ തതബ്ബഅ അല്ലാഹു ഔറതഹു, ആ പരതിപ്പോയവന്റെ ന്യൂനതകളെ അല്ലാഹു തേടിപ്പിടിക്കും, അല്ലാഹു തന്നെ പരിശോധിക്കും. എന്നിട്ടോ മൻ തതബ്ബഅ അല്ലാഹു ഔറതഹു യഫ്ളഹു വലൗ ഫീ ജൗഫി റഹ്ലി, ഒരാൾ ഈ ആളുകളുടെ കുറ്റവും കുറവും തേടിപ്പോകുന്ന, അവരോട് നസീഹത്ത് കാണിക്കാത്ത, പ്രത്യേകിച്ച് പണ്ഡിതന്മാരോട് നസീഹത്ത് പുലർത്താത്ത, അവരെ വഷളാക്കാൻ ശ്രമിക്കുന്നവന്റെ, ഇവിടെ മുസ്ലിങ്ങൾ എന്നാ പറഞ്ഞത്, പണ്ഡിതന്മാർ മാത്രമല്ല, പ്രത്യേകിച്ച് അത് പറഞ്ഞു മാത്രം, വിശദീകരിച്ചു മാത്രം. അപ്പോ അങ്ങനെ പോകുന്നവന്റെ ന്യൂനതകളെ അള്ളാഹു വെളിപ്പെടുത്തുകയും യഫ്ളഹു, പണ്ഡിതന്മാരെയും മുസ്ലിങ്ങളെയും വഷളാക്കാൻ പോകുന്നവനെ അള്ളാഹു വഷളാക്കും. ഇവിടെ ഒന്ന് ഷർത്തൂന്ന് ജവാബ് ആയിട്ടാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവനെ അള്ളാഹു യഫ്ളഹു, അവന്റെ ഫലായിഹുകൾ, മ്ലേച്ഛതകൾ, കുറവുകൾ, വഷളത്തരങ്ങൾ അത് അള്ളാഹു പുറത്തു കൊണ്ടുവരും. വലൗ ഫീ ജൗഫി റഹ്ലി, അവന്റെ റഹിലിന്റെ, റഹിൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഒട്ടകപ്പുറത്തൊക്കെ ഉണ്ടാകുന്ന സവാരി ചെയ്യാൻ ഉപയോഗിക്കുന്ന കൂടാരത്തിനെ പറയാം. ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കെട്ടിവെക്കുന്ന കൂടാരം, യാത്രാവാഹനം. എന്നാൽ വീട് എന്ന അർത്ഥത്തിലും അത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ സല്ലൂ ഫീ റിഹാലിക്കും എന്ന് മഴയുള്ള സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ റിഹാലിൽ വെച്ച് നമസ്കരിച്ചു എന്നാൽ അവിടെ പണ്ഡിതന്മാർ അവിടെ റഹിൽ എന്ന് പറഞ്ഞാൽ ബൈത്ത് എന്നാണ് അർത്ഥം. ഇവിടെ ഫീ ജൗഫി റഹിലിഹി, തന്റെ റഹിലിന്റെ ഉള്ളിലായാൽ, അതായത് വീട്ടിന്റെ ഉള്ളറയിൽ ഇരുന്നാൽ പോലും അള്ളാഹു വഷളാക്കും. പുറേ തന്നെ കുത്തിരിക്കുക, പുറത്തിറങ്ങിയ മണക്കട, വീട്ടിലിരുന്നാലും ശരി അള്ളാഹു അവന്റെ ഐബിനെ വെളിച്ചത്ത് കൊണ്ടുവരും. അപ്പൊ എന്താ, സാധാരണ മുസ്ലിങ്ങളോട് ചെയ്യുന്നതിന്റെ ഫലം ദുനിയാവ് തന്നെ ഇതാണെങ്കിൽ പണ്ഡിതന്മാർ ചോദിക്കാൻ ഫകൈഫ ബിൽ ഉലമാ, പണ്ഡിതന്മാരെ വഷളാക്കാൻ പോയവന്റെ സ്ഥിതി പിന്നെ എന്തായിരിക്കും? അപ്പൊ അതുകൊണ്ട് ഉമറാക്കളോടും ഉലമാക്കളോടും അവ രണ്ടും അടങ്ങുന്ന ഉലുൽ അംറിനോട് അല്ലെങ്കിൽ അഇമ്മത്തിനോട് ഗുണകാംക്ഷ പുലർത്തുക എന്നത് ഈ പറഞ്ഞ നിലക്കാണ്. ഇനി സാധാരണക്കാരൻ വഅമത്തിഹിം, അഞ്ചാമതായി നബി പറഞ്ഞത് സാധാരണക്കാരോട് ഗുണകാംക്ഷ പുലർത്തുക എന്നുള്ളതാണ്. സാധാരണക്കാരോട് ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അള്ളാഹു പിന്നെ ഖുർആൻ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ രണ്ട് അള്ളാഹും പ്രവാചകനും വേദഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്ന കാര്യമെന്താണോ
ആ കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്നു എങ്കിൽ അത് ജനങ്ങൾക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും അതിലേക്ക് ജനങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും അത് അവർക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിലേക്ക് വരട്ടെ എന്ന ഉദ്ദേശത്തോടുകൂടി പരാജയപ്പെടുത്താനല്ല, വഷളാക്കാനല്ല, എതിരാളിയെ തോൽപ്പിക്കാനല്ല, അത് നസീഹത്തല്ല. മറിച്ച് എതിരഭിപ്രായക്കാരെയും മറുപക്ഷത്തുള്ളവരെയും ഇനി ശിർക്കിലോ കുഫറിലോ അകപ്പെട്ട കാഫിറിനെയും മുശ്രിക്കാണെങ്കിൽ പോലും അവരോട് ഈ നന്മയിലേക്ക് അവർ വരട്ടെ എന്ന ഉദ്ദേശത്തോടുകൂടി അവരെ അതിലേക്ക് ക്ഷണിക്കുക. ഇതാണ് ആമ്മത്തിനോട് സാധാരണക്കാരോടുള്ള നസീഹത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ സാധാരണക്കാരെന്നാൽ പണ്ഡിതന്മാരും ഉമറാക്കളും അല്ലാത്തവരൊക്കെ സാധാരണക്കാരാണ്. അതിൽ വിവരം കുറച്ചു കൂടിയവരും കുറച്ച് കുറഞ്ഞവനൊക്കെ ഉണ്ടാവും. ഇവർ പരസ്പരം ഈ നസീഹത്ത് പുലർത്തുമ്പോൾ ഈ സമൂഹം ഏറ്റവും നല്ല, നേരത്തെ പറഞ്ഞ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുസ്ലിങ്ങൾ വിശ്വാസികൾ എന്നത് സഹോദരന്മാർ മാത്രമാണ്, സഹോദരന്മാരല്ലാത്ത മറ്റൊന്നും ആവുകയില്ല. അപ്പൊ അങ്ങനെയുള്ള പരസ്പരം സ്നേഹിക്കുന്ന, സൗഹാർദ്ദമുള്ള, ശാന്തതയുള്ള, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, സ്നേഹം മാത്രമുള്ള ഒരു സമൂഹമായി മാറാൻ സാധിക്കും. പക്ഷേ നമ്മൾ ആലോചിച്ചു നോക്കും, നമുക്ക് ഒരു മഹല്ലിൽ പോലും ഏത് മഹല്ലെടുത്ത് പരിശോധിച്ചാൽ രണ്ട് ചേരിയും രണ്ട് കക്ഷിയും രണ്ട് ഗ്രൂപ്പും ഉണ്ടാവും. ഒരേ സംഘടനയാണെങ്കിൽ അവിടെ ഉണ്ടാവും രണ്ട് ഗ്രൂപ്പ്. ഇനി ഒരേ സംഘടനക്കാരാണെങ്കിൽ തന്നെ അതിനുള്ളിൽ രണ്ട് ചേരി, അത് ചിലപ്പോൾ രണ്ട് കുടുംബത്തിന്റെ പേരിലാവും, രണ്ട് വ്യക്തികളെ കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒട്ടിച്ചേരാനും ഒന്നാകാനും സാധിക്കാത്തത് ഈ പറയുന്ന നസീഹത്തില്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഇത്രയും പറഞ്ഞ ഒരൊറ്റ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഇതിനേക്കാളേറെ ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വെച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. മുത്തഫഖുൻ അലൈഹിയായ മറ്റൊരു ഹദീസിൽ ജരീബ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ ധരിക്കുന്ന ഹദീസ് കാണാം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബൈഅത്ത് ചെയ്തു. എന്താ ബൈഅത്ത്? ഒന്ന് ഇഖാമത്തി സ്വലാ, നമസ്കാരം നിലനിർത്താം. രണ്ട് സക്കാത്ത് കൊടുക്കാം. മൂന്ന് വൻ നുസ്ഹി ലികുല്ലി മുസ്ലിം, ഇന്നാളെന്നില്ല എല്ലാ മുസ്ലിമിനോടും ഈ പറയുന്ന ഗുണകാംക്ഷ പുലർത്തുക. ഗുണകാംക്ഷ എന്നാൽ ഭൗതികമായ നേട്ടമുണ്ടാകാൻ മാത്രമല്ല, അതതിന്റെ രണ്ടാമത്തെ വശമാണ്. ഒന്നാമത്തെ വശം എന്താ? ഇസ്ലാമാകുന്ന സന്ദേശം അതിൽ ഒരു മനുഷ്യനെ അതിലേക്ക് കൊണ്ടുവരിക, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയിലേക്ക് കൊണ്ടുവരിക, അതിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവനാക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ടാണ് അന്നം, വീട്, മരുന്ന് എന്നൊക്കെ പറയുന്നത്. വീടുണ്ടാക്കലും മരുന്നായി കൊടുക്കലും വസ്ത്രമായി കൊടുക്കലൊക്കെ വേണം, അത് നസീഹത്തിന്റെ ഭാഗമാണ്. പക്ഷേ അതിന്റെ മുന്നിലുണ്ടാകേണ്ടത് ഇസ്ലാമിന്റെ ആശയത്തിലേക്ക് അവനെ കൊണ്ടുവരാനും അതിൽ നിലനിർത്താനും സഹായകരമാകുന്ന കാര്യങ്ങളും പ്രവർത്തനങ്ങളും ദഅവത്തുകളും ഒക്കെ നടത്തുക എന്നതാണ്. അപ്പോ 3 ബൈഅത്ത് ചെയ്ത കൂട്ടത്തിൽ ഒരു ബൈഅത്ത് നമസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, അതോടൊപ്പം ചേർത്ത് പറഞ്ഞു എന്നത് ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ മറ്റൊരു ഹദീസിൽ സാധാരണ നമ്മൾ കേൾക്കുന്നതാണ്, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല ഏതുവരെ തനിക്ക് എന്ത് ഇഷ്ടപ്പെടുന്നുവോ അത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നതുവരെ. അപ്പൊ ഞാൻ ഏതൊരു കളകളഞ്ഞ മുസ്ലിമാകണമെന്നാണോ ഞാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ എന്റെ സഹോദരനായ മുസ്ലിമും അതേ ദറജയിലേക്ക് ഉയരണം, പഠനത്തിൽ, പ്രവർത്തനത്തിൽ, വിശ്വാസത്തിൽ, കർമ്മങ്ങളിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ എല്ലാവരെയും നന്നാക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പറ്റും. ഇല്ലെങ്കിൽ നമ്മുടെ ശ്രമത്തിന് ഫലമുണ്ടാകും. നമുക്ക് ആശ്വസിക്കാം നമ്മുടെ നസീഹത്ത് പുലർത്തിയിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട് എന്ന്. അപ്പൊ ഈ ഹദീസ് വെച്ചുകൊണ്ടും പണ്ഡിതന്മാർ അത് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇതുകൊണ്ടാണ് മറ്റൊരു ഹദീസിൽ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾ പരസ്പരം പുലർത്തേണ്ടുന്ന 6 കാര്യങ്ങൾ, ഹഖുൽ മുസ്ലിം അലൽ മുസ്ലിം സിത്തുൻ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ വൈദസ്തൻസഹക ഫൻസഹ് ലഹു, ഒരു മുസ്ലിമായ സഹോദരൻ നിന്നോട് ഗുണകാംക്ഷ ആവശ്യപ്പെട്ടാൽ, ഒരു ഉപദേശം ചോദിച്ചാൽ, ഒരു കൂടിയാലോചന നടത്തിയാൽ, മതപരമായ വിഷയത്തിൽ ചർച്ച നടത്തിയാൽ അവനെ പഴപ്പിക്കാനല്ല, മറിച്ച് ഫൻസഹ് ലഹു, അവനോട് നീ നസീഹത്ത് നടത്തണം. എനിക്കിപ്പോ സമയമല്ല, വേറെ ചോദിച്ചോ, എനിക്ക് പണിയല്ല, അല്ലെങ്കിൽ കൊളത്തും കൊത്തും മാത്രം പറയുക എന്ന രീതിയല്ല, മറിച്ച് അവന്റെ സംശയം തീർക്കുക, അവന്റെ തെറ്റ് തിരുത്തുക, അവന്റെ ധാരണ പിശക് മാറ്റിക്കൊടുക്കുക, അവന്റെ ശരിയായ ദീനിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അത് മതത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഇനി ഭൗതികമായി മുസ്ലിമിന്റേതായ ഒരു കാര്യത്തിൽ ചോദിച്ചാൽ അതൊക്കെ ഇതിൽ പെടും. എന്നോട് എന്ത് നസീഹത്ത് ചോദിച്ചാലും അത് അവന് നൽകണം എന്നത് രണ്ട് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പരസ്പരം കാണിക്കേണ്ടുന്ന ബാധ്യതയുടെ കൂട്ടത്തിൽ 6 കാര്യങ്ങളിൽ ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി എന്നതും ഇതിന്റെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഇത്തരം ശരിയായ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. ഈ പറയുന്ന നസീഹത്ത് വിശാലമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ആളുകളാകുമ്പോൾ അതുകൊണ്ട് പലതരത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകും. ആളുകളെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്താൻ സാധിക്കും. ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുള്ള ചില ഉദാഹരണങ്ങൾ വിശദീകരിക്കാതെ പറഞ്ഞു പോകാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ആളാണ്. ആ മൂസാ നബി സ്വലാത്തു വസ്സലാം അനുഭവിക്കേണ്ടി വന്ന ഈജിപ്തിൽ ഫിർഔന്റെ നാട്ടിൽ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ നമുക്കറിയാം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിലെ 20-ാമത്തെ ആയത്തിൽ മൂസാ നബി ഈജിപ്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ഒരാള് വന്നുകൊണ്ട് ആ ഒരു കോപ്റ്റിക് വംശജനായ ഒരാളെ ഒരു ഘട്ടത്തിൽ തന്റെ സഹോദരനായ ബനീ ഇസ്രായേൽപ്പെട്ട സഹോദരനെ സഹായിക്കാൻ വേണ്ടി അടിക്കുകയും
അടി കൊലപാതകത്തിലെത്തുകയും ചെയ്ത സന്ദർഭം. അവിടെ ദൂരെ പ്രദേശത്ത് നിന്ന് ഒരു മനുഷ്യൻ വന്നു, അതും അദ്ദേഹം ഓടി അല്ലെങ്കിൽ നല്ല ശ്രമം നടത്തിക്കൊണ്ട് അദ്ദേഹം വന്നു. എന്നിട്ട് മൂസാ നബിനോട് ഒരു ഗുണകാംക്ഷ നടത്തുന്നുണ്ട്. എന്താ? യാ മൂസ, അല്ലയോ മൂസ, ഇന്നൽ മലഅ യഅ്തമിറൂന ബിക ലിയഖ്തുലൂക. ഓ മൂസ, നിന്നെ കൊല്ലാൻ വേണ്ടി ആളുകൾ ഇവിടെ ഗൂഢാലോചന നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഫഖ്റുജ് ഇന്നി ലക മിനൻ നാസിഹീൻ. നീ നാട് വിട്ടുപോയിക്കോ, അവിടെ നിൽക്കണ്ട, എന്നെ കൊല്ലും. ഞാൻ നിന്നോട് ഗുണകാംക്ഷ പുലർത്തുന്നവരിൽപ്പെട്ടവനാകുന്നു, കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അവിടെ എന്നെ വിശ്വാസത്തിലെടുത്തോ, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പറയുന്ന നസീഹത്താണിത്. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാട് വിട്ടുപോയി, അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ച് രക്ഷപ്പെട്ടു. അപ്പൊ എന്താ? ഒരു നസീഹത്ത് കൊണ്ട് ഒരു പ്രവാചകനെ രക്ഷിക്കാൻ സാധിച്ചു. അപ്പൊ ഇതുപോലെ ആർക്കും പറ്റും. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോട് ഇത്തരത്തിലുള്ള നസീഹത്ത് നടത്തിയാൽ, മുസ്ലിമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നസീഹത്ത് പുലർത്തിയാൽ മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ചെറിയവൻ വലിയവനോടും വലിയവൻ ചെറിയവനോടും അകന്നവൻ അടുത്തവനോടും അടുത്തവൻ അകന്നവനോടും അങ്ങനെ യാതൊരു വ്യത്യാസവും വൈജാത്യവുമില്ലാതെ മുസ്ലിങ്ങൾ പരസ്പരം പ്രായം അല്ലെങ്കിൽ നാട് ഒന്നും വ്യത്യാസമില്ലാതെ ആർക്കും ആരോടും നടത്താവുന്നതും നടത്തേണ്ടതുമാണ് എന്നതും ഖുർആനിൽ നമുക്ക് കാണാം. ലുഖ്മാൻ തന്റെ മകനോട് നടത്തിയ ഉപദേശം, ശിർക്കിനെ സംബന്ധിച്ച് നടത്തിയ ഉപദേശം ഞാൻ വിശദീകരിക്കുന്നില്ല. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട്. അതൊരു നസീഹത്താണ്. വലിയ വാപ്പ, മുതിർന്ന വാപ്പ ചെറിയ കുട്ടിയോട് എന്റെ പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ട് നടത്തിയ ഉപദേശം. അതുപോലെ തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബി കണ്ട സ്വപ്നം ബാപ്പയെ അറിയിച്ചപ്പോൾ ബാപ്പ മകനായ യൂസുഫിന് നൽകിയ ഉപദേശം സൂറത്ത് യൂസുഫിലെ ആയത്തുകളിൽ നമുക്ക് കാണാം. എന്താണ്? നീ കണ്ട സ്വപ്നം നീ അത് തന്റെ സഹോദരന്മാരോട് പറയേണ്ട, വേറെ നാട്ടുകാരോട് പറയേണ്ടതല്ല, തന്റെ സ്വന്തം ഉമ്മക്ക് പറഞ്ഞവരും അല്ലാത്തവരുമായ എന്റെ ജ്യേഷ്ഠാനുജന്മാരോടൊന്നും ഈ സ്വപ്ന കഥ നീ പറയരുത്. പറഞ്ഞാൽ എന്താ? അവർ നിനക്കെതിരിൽ കൈത് തന്ത്രം പ്രയോഗിക്കും. ശൈത്താൻ മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ ഏട്ടന്മാരെന്നെ അനുജനം അടക്കം ചിലപ്പം പ്രത്യക്ഷ ശത്രുവായി മാറും. ശൈത്താന്റെ പണിയെടുക്കും, നിന്നെ നശിപ്പിക്കാൻ നോക്കും. കാരണം അതാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. ഇത് ബാപ്പ മകനോട് നടത്തിയ മറ്റൊരു ഉപദേശമാണ്. ഇതും എന്താണ്? ദുനിയാവിന്റെ കാര്യത്തിൽ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്താണ്. നേരത്തെ പറഞ്ഞ മൂസാ നബിയെ ആൾ ഉപദേശിച്ചതുപോലെ തന്നെ ഇബ്രാഹിം നബി തന്റെ ബാപ്പയോട് നടത്തിയ ഉപദേശം സൂറത്ത് മറിയമിൽ 4 ആയത്തുകളിലായി യാ അബത്തി യാ അബത്തി യാ അബത്തി. അവിടെ എന്താണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും കാണാത്ത കേൾക്കാത്ത ഉപകാരം ചെയ്യാത്തവയെ ആരാധിക്കരുതെന്നും നിങ്ങൾക്ക് കിട്ടാത്ത വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും, അതായത് അള്ളാഹിന് കിട്ടിയ വഹിയാണ്. ശൈത്താനെ ആരാധിക്കരുതെന്നും, ശൈത്താനെ ആരാധിച്ചാൽ ശൈത്താന്റെ മിത്രമായി തീരുമെന്നതാണ് ഈ 4 ആയത്ത് പറഞ്ഞതിന്റെ രക്തചുരുക്കം. അപ്പൊ ഇത് മകൻ ബാപ്പയോട് അങ്ങോട്ട് നടത്തിയ വലിയൊരു മതപരമായ നസീഹത്താണ്. അതുപോലെ യൂസുഫ് നബി ജയിലിൽ പെട്ടു. ജയിലിലുണ്ടായിരുന്ന 2 സഹതടവുകാർ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുത്തതും അതിന്റെ മുമ്പേ അവരോട് തൗഹീദിന്റെ നസീഹത്ത് നടത്തിയതും വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫിലെ 39-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ 2 തോട്ടം കിട്ടിയ ആളുടെയും സുഹൃത്തിന്റെയും കഥ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ നമുക്കറിയാം. അവിടെ ഒരാൾക്ക് തോട്ടം കിട്ടി, അവൻ അഹങ്കരിച്ചു, അള്ളാഹുവിനെ നിഷേധിച്ചു അല്ലെങ്കിൽ മറന്നു, അള്ളാഹു നന്ദി കാണിക്കാൻ തയ്യാറായില്ല. ആ സമയത്ത് മറ്റേ സഹോദരൻ ചെന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം, നീ എന്തുകൊണ്ട് നിന്നെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ മണ്ണിൽ നിന്ന് പിന്നെ ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ച് നിന്നെ ശരിപ്പെടുത്തി പാകപ്പെടുത്തിയ മനുഷ്യനാക്കിയ അള്ളാഹുവിൽ നീ അവിശ്വസിക്കുകയാണോ? എന്നാൽ എന്റെ റബ്ബിൽ ഞാൻ പങ്കുചേർക്കുകയില്ല ആരെയും. നീ എന്തുകൊണ്ട് ആ തോട്ടത്തിൽ കിടന്നപ്പോൾ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? അപ്പോ നമുക്ക് സ്വന്തമായ ഒരു നിയമത്തുണ്ടാകുമ്പോ അപ്പോൾ പറയേണ്ട വാക്കാണ് മാഷാ അല്ലാഹ് എന്നത്. പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. മറ്റൊരാൾക്ക് ഒരു നിയമത്ത് കിട്ടിയതായി മനസ്സിലാക്കുമ്പോൾ ബാറക്കല്ലാഹു ഫീക്ക് അതുപോലുള്ള തബ്രീക്ക് നടത്തണം. ഈ സുഹൃത്ത് 2 തോട്ടം കിട്ടി അള്ളാഹുവിനെ മറന്നവനെ പോയി നസീഹത്ത് നടത്തുക. ഇനി നസീഹത്ത് നേരത്തെ പറഞ്ഞു നാസിഹുൻ അമീൻ എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ മനസ്സിലാക്കി. ചില ആളുകൾ നസീഹത്തുമായി വരും, പക്ഷെ ആ നസീഹത്ത് നടത്തുകയാണ്, നിങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി പറയുകയാണെന്നൊക്കെ പറയും. പക്ഷെ അവന്റെ മനസ്സിൽ വേറെന്തെങ്കിലും ദുഷ്ടലാക്കുണ്ടാവും. അത് ശൈത്താന്റെ നസീഹത്താണ്. ലോകത്ത് ആദ്യമായി നസീഹത്ത് നടത്തിയതാരാ? ഇബ്ലീസാണ്. ആദം നബിയെ പോയി ഉപദേശിച്ചു, ഹവ്വായിനെയും പോയി ഉപദേശിച്ചു. സൂറത്ത് അറാഫിലെ 20-21 ആയത്തുകളിൽ അള്ളാഹു മരത്തിൽ നിന്ന് പഴം കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോ ഇബ്ലീസ് എന്നിട്ട് എന്താ പറഞ്ഞത്? അള്ളാഹു നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ ഒന്നുകിൽ ഇത് തിന്നാൻ മലക്കാവും അല്ലെങ്കിൽ ഭൂമിയിൽ എന്നും താമസിക്കും, അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ തിന്നണേ കുഴപ്പമൊന്നുമില്ല, തിന്നാൽ ഈ ഗുണ കിട്ടുക. അതുകൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു, നിങ്ങളുടെ ഗുണകാംക്ഷിയാണ് ഞാൻ. അപ്പൊ ഞാൻ ഗുണകാംക്ഷിയാണ് എന്ന് പറഞ്ഞ് പറ്റിച്ച ലോകത്ത് ആദ്യത്തെ ഗുണകാംക്ഷ നടത്തിയവൻ, ആദമിനെ പറ്റിച്ചവൻ, ഹവ്വായെ ചതിച്ചവൻ ഇബ്ലീസാണ്. അപ്പൊ എന്താ ശൈത്താൻ എന്താ പറഞ്ഞത്? തീർച്ചയായും ഞാൻ ഗുണം ഉപദേശിക്കുന്ന ആളുകളിൽ പെട്ടവനാണ് എന്നാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു വരുന്നവരെ നമ്മൾ പരിശോധിക്കണം. എല്ലാ ഗുണദോഷിക്കുന്നവരെയും അങ്ങനെ തന്നെ സ്വീകരിക്കേണ്ടതില്ല. അവൻ എന്തുദ്ദേശമാണ്? അല്ലെ വേറെ ആളെ ചോദിക്കണം, ഇയാൾ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്, അർത്ഥം എന്താണ്, അത് ശരിയാണോ തെറ്റാണോ, അയാളെ നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകണോ എന്ന് അന്വേഷിക്കണം.
ഉപദേശിക്കണം. അതും ഖുർആനിന്റെ നിർദ്ദേശത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നസീഹത്ത് നടത്തിയിട്ട് അത് സ്വീകരിച്ചില്ലെങ്കിലോ അതിന്റെ കുഴപ്പവും സൂറത്ത് അഅറാഫിലെ 79-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതെന്താ? സാലിഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഉപദേശിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞു, ആ സാലിഹ് നബിയുടെ ഉപദേശം ജനങ്ങൾ സ്വീകരിച്ചില്ല. അപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങി. അപ്പൊ സാലിഹ് നബി അങ്ങോട്ട് ചോദിക്കാൻ, ഞാൻ നിങ്ങളോട് നസീഹത്ത് പുലർത്തിയിരുന്നല്ലോ, നടത്തിയിരുന്നല്ലോ, വലാകിൻ ലാ തുഹിബ്ബൂന നാസിഹീൻ, പക്ഷെ നിങ്ങൾ നസീഹത്ത് ഇഷ്ടപ്പെടാത്തവരല്ലേ എന്ന് നസീഹത്ത് സ്വീകരിക്കാത്തവരെ ആ പ്രവാചകൻ തന്നെ അങ്ങോട്ട് കുറ്റപ്പെടുത്തുകയും അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് ഇറങ്ങുകയും ചെയ്തു എന്ന് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഈ പറഞ്ഞതൊക്കെ ചുരുക്കി പറഞ്ഞിട്ടേ ഉള്ളൂ. അതിന്റെ വിശദമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. ഒറ്റ വാക്ക് മതി, അദ്ദീനു അൻ നസീഹ എന്ന് നബി പറഞ്ഞ വാക്ക് തന്നെ മതി. അതുപോലെ തന്നെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നമ്മളെ